അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുപ്രസിദ്ധനായ അബൂജഹലിൻ്റെ മകനാണ് സുപ്രസിദ്ധരായ ഇക്രിമ റളിയല്ലാഹു അൻഹു. ആ ഇക്രിമ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഇസ്ലാം പുൽകിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഇക്രിമ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, നീ പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവെന്താണ്? ഒരു തെളിവ് കാണിച്ച് എന്നെ ബോധ്യപ്പെടുത്താമോ? തുടർന്നുള്ള അന്വേഷണാത്മകമായ സംഭാഷണത്തിനിടയിൽ ഇക്രിമ എന്നവർ പറഞ്ഞു, അതാ അവിടെ ഒരു പാറക്കല്ല് കാണുന്നില്ലേ? ആ പാറക്കല്ലിനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിപ്പിക്കാമോ? അങ്ങനെ ഒരു അസാധാരണ സംഭവം പ്രകടമായാൽ നിങ്ങൾ പ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യപ്പെടുമല്ലോ. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയുടെ മഹനീയമായ വിരൽത്തുമ്പ് കൊണ്ട് ആ പാറക്കല്ലിനെ വിളിക്കുകയാണ്. അങ്ങനെ മാടി വിളിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. പാറക്കല്ല് വെള്ളത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് അടുത്തെത്തിയപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഈ കല്ലിനെ തൽസ്ഥാനത്തേക്ക് തിരിച്ചയക്കാമോ? ആ കല്ലിനോട് ഒന്ന് തിരിച്ചു പോകാൻ പറയാമോ? അത് പ്രാപഞ്ചികതയുടെ പ്രതിഭാസങ്ങൾ മുഴുവനും വിധേയപ്പെടാൻ മാത്രം വിനീതമായി ഒരുങ്ങി നിൽക്കുന്ന പ്രവാചകീയ വിരൽത്തുമ്പുകളുടെ വിളിയാളങ്ങൾ ആ പാറക്കല്ല് പിന്നെയും ഏറ്റെടുക്കുകയാണ്. പിന്നെയും പ്രവാചകൻ്റെ ഉത്തരവ് വന്നപ്പോൾ പാറക്കല്ല് പിൻവാങ്ങുകയാണ്. അതേ സംഭവം ഇക്രിമ റളിയല്ലാഹു അൻഹു നേരിൽ കാണുകയാണ്, ബോധ്യപ്പെടുകയാണ്. ഹിദായത്തിൻ്റെ വെളിച്ചം അന്തരംഗങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഹിദായത്തിൻ്റെ വെളിച്ചം തെളിച്ചമായി മാറി. ഇക്രിമ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സർവാത്മന അംഗീകരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഷഹാദത്ത് ചൊല്ലുന്നു. തിരുനബി സത്യപ്രസ്ഥാനത്തിൻ്റെ ആളാണെന്ന് മനസ്സിലായപ്പോൾ അനുധാവനം ചെയ്യുകയാണ്.